ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ വളരെയധികം ഡിസൈൻ രംഗത്ത് ഏത് കൊച്ചു കുട്ടികൾക്കായാലും ഒന്നും അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്കായാലും ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്യാൻവ എന്ന് പറയുന്നത്. പ്രൊഫഷണൽ രീതിയിൽ ഡിസൈൻ ചെയ്യുന്നവർ ഉപയോഗിക്കുന്നത് അഡോബ് ഫോട്ടോഷോപ്പ്, കോറൽ ഡ്രോ, ഇല്ലുസ്ട്രേറ്റ് തുടങ്ങിയ ഒട്ടനവധി സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ഈ സോഫ്റ്റ്വെയറുകളെല്ലാം പഠിക്കാതെ നമുക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. വളരെ ബുദ്ധിമുട്ടി പഠിച്ച് വളരെ ബുദ്ധിമുട്ടോടായിരിക്കും നമ്മളത് ഈ സോഫ്റ്റ്വെയറുകളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്. എന്നാൽ ക്യാൻവ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആവശ്യമായ ഡിസൈനുകൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിലെ ഡിസൈൻ മാത്രമല്ല, മറ്റു പല നമ്മളുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കപ്പെടുന്ന പ്രസൻറ്റേഷൻ, സോഷ്യൽ മീഡിയ ആർട്ട്, വീഡിയോ, എഡ്യൂക്കേഷൻ സംബന്ധമായിട്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളും നമുക്ക് ഈ ഒരു ക്യാൻവ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് www.canva.com. ഇതാണ് ഇതിൻ്റെ സൈറ്റ് ID വരുന്നത്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഇതിൽ നമുക്ക് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായിരിക്കും ഇത്തിരി കൂടെ ബെറ്ററായിട്ട്. ഫസ്റ്റ് നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യാനായിട്ട് നമ്മളുടെ ഇമെയിൽ ID ആണ് കൊടുക്കേണ്ടത്. അത് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ട്രയലായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ നമുക്ക് ആദ്യമായി കാണുന്നത് ഇവിടെ ഒരു 3 ഡോട്ട് കാണാനായിട്ട് സാധിക്കും. അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൽ കുറച്ച് ഓപ്ഷൻസ്, നമുക്ക് റീസെൻ്റ്ലി ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ക്രിയേറ്റ് ആണ് കാണുന്നത്. നമുക്ക് ഒരു പുതിയ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ക്രിയേറ്റിൽ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഡിസൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ഹോം ബട്ടണാണ്. ഹോം ബട്ടൺ എന്ന് പറയുന്നത് ഈ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് കാണിക്കുന്നത്, ഹോം ബട്ടണിൽ കാണുന്നത്. അതിൻ്റെ താഴെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഈ പ്രൊജക്റ്റിൽ എന്താ കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്തത് ഓരോന്നായിട്ട് നമുക്ക് ഫോൾഡർ വൈസ് തിരിച്ചിടാനായിട്ട് സാധിക്കും. എന്നിട്ട് അതിൽ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ടെംപ്ലേറ്റ്സ് ആണ് ഇവിടെ കാണുന്നത്. ടെംപ്ലേറ്റ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള കുറേ ടെംപ്ലേറ്റ്സുകൾ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒട്ടനവധി ടെംപ്ലേറ്റുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതേപോലെ ഒട്ടനവധി ടെംപ്ലേറ്റുകൾ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെ അതിന് ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ, എഡ്യൂക്കേഷൻ, വീഡിയോ, മാർക്കറ്റിംഗ്, പ്രിൻ്റ് പ്രൊഡക്റ്റ്, കാർഡ് ആൻഡ് ഇൻവിറ്റേഷൻ, ഇങ്ങനെ പല ആവശ്യങ്ങൾക്കുള്ള ഡിസൈൻസ് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നിന്നും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഹോമിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, അതിൻ്റെ സൈസും കാര്യങ്ങളും, ന്യൂസ് ലെറ്റർ, പോർട്രേറ്റ്, അതിൻ്റെ സൈസ് കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റ്, ലാൻഡ്സ്കേപ്പ്, അതിൻ്റെ സൈസ് കാര്യങ്ങൾ എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷീറ്റ്, നമ്മളുടെ ഗൂഗിൾ ഷീറ്റ് അല്ലെങ്കിൽ എക്സലൊക്കെ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് ഇതിൽ പല ഡോക്യുമെൻറ്റുകളും നമുക്ക് എഡിറ്റ് ചെയ്യാനും അതിൻ്റെ ടെംപ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ ഉള്ളത് ഡോക്യുമെൻറ്റ് നമുക്ക് നമ്മുടെ റെസ്യൂംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഡോക്യുമെൻറ്റ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വൈറ്റ് ബോർഡ് ഉണ്ട്, പ്രസൻറ്റേഷൻ, പവർ പോയിൻ്റ് റെഡിയാക്കുവാനായിട്ട്, പ്രസൻറ്റേഷൻ ക്ലാസ്സുകൾ റെഡിയാക്കുവാൻ, ക്ലാസ്സുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട്
നമുക്ക് പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്നതിനായിട്ട് ഈ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്നൊരു ഇതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബട്ടൺ ഇതുണ്ട്. അതിലേക്ക് ഇഷ്ടംപോലെ ടെംപ്ലേറ്റുകളുണ്ട് കേട്ടോ. നമുക്കത് വഴിയെ നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാം. പിന്നെ അടുത്തത് വീഡിയോ എഡിറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനുമൊക്കെ ഇവിടെ സാധിക്കും. അതുപോലെ തന്നെ പ്രിൻ്റ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ വെബ്സൈറ്റിൻ്റെ ടെംപ്ലേറ്റുകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ്. പിന്നെ നമുക്ക് ഈ ഒരു സൈസുകളൊന്നുമല്ല നമുക്ക് വേണ്ടത്. അതായത് ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈസല്ല വേണ്ടത്, സർട്ടിഫിക്കറ്റിൻ്റെ സൈസല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് കസ്റ്റം സൈസ് നമുക്കിവിടെ കിട്ടുന്നതാണ്. പിന്നെ അപ്ലോഡ് എന്ന് പറയുന്നത് നമ്മളുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഉള്ള ഡാറ്റാസ് നമുക്ക് പിക്ചറുകൾ നമുക്ക് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിന് നമുക്ക് ഈ അപ്ലോഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ മോർ എടുത്തു കഴിഞ്ഞാൽ ഒട്ടനവധി ഓപ്ഷൻസ് വേറെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതെല്ലാം നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഡിസൈൻ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം.